കുറച്ച് ദിവസമായിട്ട് ആകെപ്പാടെ ടെൻഷനാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ ടെൻഷൻ്റെ കൂടെ ടെൻഷൻ. ഈ അർജുൻ്റെ കാര്യത്തിൽ കുറച്ച് നാൾ ടെൻഷൻ അനുഭവിച്ചു. അത് പത്രക്കാരങ്ങ് വിട്ടു. ഏകദേശം അർജുന് ജീവനോടില്ല എന്ന് നമുക്കും മനസ്സിലായി. ആ ടെൻഷൻ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദേ കിടക്കുന്നു വയനാട് ആകെപ്പാടെ നമുക്ക് ടെൻഷനായി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു വയനാട് അവിടെ ഒരു ഭൂമിയിലൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ. നമ്മുടെ ടെൻഷനാണ്. എനിക്ക് തോന്നുന്നു ഈ മുല്ലപ്പെരിയാറോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉരുൾപൊട്ടലുണ്ടാകണ്ട, അതിനു മുമ്പ് ടെൻഷൻ വന്ന് നമ്മുടെ ആയുസിൻ്റെ പകുതി മലയാളികളുടെ കുറയുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരും നമ്മുടെ ടെൻഷൻ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വേറൊരു സത്യം. കാരണം നമ്മൾ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിയാണ് പല സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട്, എറണാകുളത്തുകാരോട് സംസാരിക്കുന്നു, കോട്ടയംകാരോട് സംസാരിക്കുന്നു, ആലപ്പുഴക്കാരോട് സംസാരിക്കുന്നു, ഇടുക്കിക്കാരോട് സംസാരിക്കുന്നു, പത്തനംതിട്ടക്കാരോട് സംസാരിക്കുന്നു. അവരെല്ലാവരും ഒറ്റ കാര്യം പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ആകെപ്പാടെ പ്രശ്നമാണ്, മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടെൻഷൻ കൂട്ടാനേ പറ്റൂ. ഈ ടെൻഷൻ കുറയ്ക്കാൻ എന്തുണ്ട് അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ടി വി വാർത്തകൾ നോക്കാം. ഈ ടെൻഷൻ അല്പം കുറയ്ക്കാം എന്ന് വിചാരിച്ച് വാർത്തകളിലേക്ക് നോക്കുമ്പോൾ ദേട് കിടക്കുന്ന അടുത്ത ടെൻഷൻ ഇതെന്ന് കേട്ട് നോക്കും. രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ തുംഗഭദ്രയുടെ ഗേറ്റ് തകർന്നത് മേഖലയിലാകെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് ഗേറ്റിലെ ചങ്ങല പൊട്ടി വീണത്. ആകെ 33 ഗേറ്റുകളാണ് തുംഗഭദ്രയ്ക്കുള്ളത്. ഡാമിന്റെ 19ാമത് ഗേറ്റിന്റെ ചങ്ങലയാണ് പൊട്ടി വീണത്. ഡാമിൻ്റെ ഗേറ്റാണ്. അപ്പം ഞാൻ ആകെപ്പാടെ ടെൻഷനൊക്കെ ഒഴിവാക്കി. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഡാമിൻ്റെ ഗേറ്റല്ലേ, 34 ഗേറ്റ് എങ്ങാണ്ട് ഉണ്ടായത്, അതിലെ ഒരു ഗേറ്റാണ്, അതാണ് തകർന്നിരിക്കുന്നത്. പിന്നെ അതുമല്ല, ആ ഗേറ്റ് 19ാം നമ്പർ ഗേറ്റ് എങ്ങാണ്ടോ തകർന്നിരിക്കുന്നതെന്ന് പറയും. ആ ഗേറ്റ് നന്നാക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ മനസ്സിനെ സമാധാനിപ്പിച്ചപ്പോഴാണ് ദേ കിടക്കുന്ന വാർത്തയ്ക്കകത്ത് ബാക്കിയുള്ളത് മുല്ലപ്പെരിയാറിനുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. പിന്നെ ടെൻഷൻ അടിക്കാൻ വേറെ കാര്യമൊന്നും വേണ്ട, ആ പാടെ ടെൻഷനായി. അതുകൊണ്ടൊന്ന് കേൾക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിലാസ്ഥാപന അണക്കെട്ടും മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ 2ാമത്തെ അണക്കെട്ടുമാണ് കർണാടകയിലെ തുംഗഭദ്ര. ചെളി, ചുണ്ണാമ്പുകല്ല്, ശർക്കര, കരിമ്പിന്നീര്, മുട്ടയുടെ വെള്ള തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതമാണ് സുർക്കി. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ഡാമുകൾക്ക് ഉറപ്പ് കൂടുതലും ചെലവ് കുറവുമായിരിക്കും. ഹൈദരാബാദിലെ അപ്പം മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധമില്ല, പക്ഷേ മുല്ലപ്പെരിയാർ പോലെ തന്നെ സുർക്കി മിശ്രിതം കൊണ്ടുണ്ടാക്കിയ ഒരു ഡാമാണല്ലോ. അത്ര മാത്രമേ ഉള്ളല്ലോ. ആ ടെൻഷൻ റിലാക്സ് ആകേണ്ട സമയമാണല്ലേ. പക്ഷേ റിലാക്സ് ആകാൻ പറ്റുന്നല്ലോ. അടുത്ത വാർത്തയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഗുരുതരമായ കാര്യങ്ങളാണ് ഒരു MP നിന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാം. വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ അടിയന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമായി വരികയാണ്. എന്തുകൊണ്ടെന്നാൽ 2-3 കാര്യങ്ങളുണ്ട്. വയനാട് ദുരന്തത്തിനു ശേഷം ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഒരു ആശങ്കയാണ്. ഇപ്പോൾ രാജ്യത്തും ലോകത്തും വന്നിട്ടുള്ള എല്ലാ ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ടുകളും ആശങ്ക പടർത്തുന്ന വിധത്തിലാണ്. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റൂർക്ക് AITയും ഡൽഹി IIT എല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. ടെൻഷൻ അടിക്കാൻ വയ്യ. പുള്ളിയുടെ വാർത്ത മൊത്തം കേട്ട്, പുള്ളി പറയുന്നത് മൊത്തം കേട്ടാൽ ജലബോംബാണെന്നാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന എല്ലാം ജലബോംബാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഡാമുകളും ജലബോംബാണ്. അത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാ ഡാമുകളും ജലബോംബാണ്. ഇപ്പം മുല്ലപ്പെരിയാർ എന്ന് തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഭൂചലനം വന്നു കഴിഞ്ഞാൽ ഏകദേശം 8-9 ആ റേഞ്ചിലുള്ള ഭൂചലനം വന്നു കഴിഞ്ഞാൽ എല്ലാ ഡാമുകളും പൊട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കണ്ടേ, ഏത് സമയത്തും എന്ത് സംഭവിക്കല്ലേ. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അതുപോലെ രാഷ്ട്രീയക്കാർ മാറുന്നതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു, ഇവരുടെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് UDF ഭരിക്കുമ്പോൾ LDF മനുഷ്യച്ചങ്ങല തീർക്കും,
അതുപോലെ ഉപവാസമായിരിക്കും, അങ്ങനെ പലതും കാണിക്കും. പക്ഷേ അത് ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ അവർ മറ്റവരെ പോലെ തന്നെ ആവും. അത് സർവ്വസാധാരണയല്ലേ, തിരിച്ചു മറിഞ്ഞും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഈ രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൂ, ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഇപ്പോഴത്തെ പണ്ട് UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഉപവാസവും മനുഷ്യച്ചങ്ങലയൊക്കെ തീർത്തവർ ഇപ്പോഴാണല്ലോ ഭരണത്തിരിക്കുന്നത്. അവരെന്ത് പറയുന്നു, അവരുടെ മന്ത്രി എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അല്പം ആശ്വാസമാകും എന്നുള്ള വിചാരത്തിലാണ് ഞാനത് കേൾക്കാനായിട്ടിരുന്നത്. ആ വാർത്തയും കൂടെ നമുക്ക്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഇത് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ആവശ്യം, ഒരു പാനിക് സിറ്റുവേഷൻ രൂപപ്പെടുത്തുക എന്നുള്ളതല്ല. പുതിയ ഡാം ഉണ്ടാകുക എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറാൻ സംസ്ഥാനം ആഗ്രഹിക്കുന്നില്ല. ഇതിനാവശ്യമായ നിയമപരമായ സാധ്യതകൾ ആവശ്യമുണ്ട്. ഈ മഹാനാണ് പണ്ട് പുള്ളിയുടെ നേതാക്കന്മാരുണ്ട്, മാണി ഉണ്ടായിരുന്നു, PJ ജോസഫ് ഉണ്ടായിരുന്നു. അന്ന് ഇവരെല്ലാവരും ഒന്നിച്ചായിരുന്നു. ജോസഫിൻ്റെയൊക്കെ സംസാരം നമ്മൾ കേട്ടു. ഇപ്പം പോകുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച PJ ജോസഫിനെയൊക്കെ നമ്മൾ മറക്കാൻ വഴിയില്ല കേട്ടോ. അന്ന് ഈ പുള്ളിയെല്ലാം കൂടെ ആകപ്പാടെ അന്ന് ഭരണത്തിൽ കയറുന്നതിന് മുമ്പുള്ള സമയം. അപ്പോൾ അന്ന് മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് ഇവർ ഉപവാസമരം നടത്തി. അതുപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും എനിക്ക് തോന്നുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് VF അച്യുതാനന്ദനും എല്ലാം കൂടെ ചേർന്ന് മനുഷ്യച്ചങ്ങല തീർത്തു മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കാം. എന്നിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പം ഈ രാഷ്ട്രീയക്കാരെ ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയക്കാരെന്ത് പറയുന്നതും കേട്ട് നമ്മൾ ടെൻഷൻ അടിക്കാറില്ല. അതുപോലെ തന്നെ നമുക്ക് ചിരിക്കാൻ പറ്റിയ പല സന്ദർഭങ്ങളും ഈ അന്തിച്ചർച്ചകൾ, ഇപ്പോൾ ഈ സ്ഥിരമായിട്ട് ചാനലുകളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് അന്തിച്ചർച്ചകൾ അല്ലേ. പണ്ടൊക്കെ ഈ അന്തിപ്പടം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, ഉച്ചപ്പടം, അന്തിപ്പടം. അതുപോലെ അന്തിച്ചർച്ചകൾ, അതിനകത്ത് ചിരിക്കാനും ചിന്തിക്കാനൊന്നുമില്ല, ചിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്ന വാക്കുകളെല്ലാം ഭരണം മാറുന്നതിനനുസരിച്ച് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ അന്തിച്ചർച്ചകളുടെയുള്ള പ്രത്യേകത. അപ്പം അത് കണ്ടാൽ നമുക്ക് അല്പം റിലാക്സ് ആവും എന്നേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും ആ ടെൻഷൻ കൂട്ടാനേ ഇതൊക്കെ സഹായിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പം എനിക്ക് തോന്നുന്നു ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ നമ്മളിങ്ങനെ കേട്ട് ഈ ഡാമൊന്ന് പൊട്ടുമൊന്നും വേണ്ട എന്ന് തോന്നുന്നു. അല്ലാതെ തന്നെ നമ്മൾ ടെൻഷൻ അടിക്കാത്ത പോകും എന്നുള്ളതാണ്. ആയുസിൻ്റെ പകുതി, മലയാളികളുടെ ആയുസിൻ്റെ പകുതി ഈ മുല്ലപ്പെരിയാർ തന്നെ കൊണ്ടുപോകും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ എല്ലാ കൊല്ലവും ഇത് തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 80 കാലം മുതലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. 80 കാലം മുതൽ നമ്മൾ തുടർച്ചയായിട്ട് കേൾക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടാൻ പോകുന്നു. എന്നിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞ ഇതിൻ്റെ നിസ്ഥിതി എന്താ, എനിക്കിത് അറിയാനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെന്താണ്, സുപ്രീം കോടതിയിലെ വിധി വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണോ? ഇത്രയും ജനങ്ങൾ അറിയില്ല. ഇതിനാരാണ് ഉത്തരവാദി? പുതിയ ഡാം പണിയണം. പുതിയ ഡാം പണിത പണി വാളും. കാരണം അന്ന് ബ്രിട്ടീഷുകാരും നമ്മുടെ സർവീപ്പിയുടെ അച്യുതമേനോൻ്റെ കാലത്തൊക്കെ ആയിരുന്നു. അന്ന് അഴിമതിയൊന്നും വലിയതായിട്ടൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അന്ന് കിട്ടിയ കാശ് തന്നെ അവിടെ പ്രയോഗിച്ച് പണിതുകൊണ്ടാണ് ഇത്രയും നാലെങ്കിലും നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം പണിത അവസ്ഥ, നമ്മുടെ പാലങ്ങളുടെ അവസ്ഥ പറയാതെ ഇരിക്കുന്നതാണ് നല്ലത്. റോഡുകളും പാലങ്ങളും അല്ലേ, അന്നത്തെ പല പാലങ്ങളും റോഡുകളും ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മുടെ തോട്ടപ്പള്ളി അതുപോലെ പല കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന അന്ന് പണിത സാധനങ്ങൾ തന്നെ അല്ലേ. ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇത് അല്പം ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ മറുനാടൻ മലയാളിക്കകത്ത്. അതിനകത്ത് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ആശ്വാസമായിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അടുത്ത കാലത്തല്ല ഈ സമീപ വർഷങ്ങളിലൊന്നും ഇതിന് യാതൊരു തകരാറും ഉണ്ടാവില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ കേരള ഗവൺമെൻറ് പറയുന്നത് എന്താണ്, പുതിയ അണക്കെട്ട് പണിയും. അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഒന്നാമത് വലിയ കോടാനുകോടി രൂപയുടെ ആവശ്യമുണ്ട് ഇത് പണിയാൻ. രണ്ടാമത് അത് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകും. ഒരുപാട് വനം നശിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇത് പണിഞ്ഞ് തീരുന്നവരെ ഉള്ള പ്രശ്നം എന്ത് ചെയ്യുന്നുള്ളതുണ്ട്. ഇതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പിന്നെ കേരളത്തിലെ ആളുകൾ പൊതുവെ വിചാരിക്കുന്നു മുല്ലപ്പെരിയാർ വലിയ ക്ഷീണാവസ്ഥയിലാണ്.
ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയത് വഴിക്ക് അച്യുതമേനോൻ കേരളീയരെ വഞ്ചിച്ചു. അങ്ങനെയൊന്നുമില്ല. CP രാമസ്വാമിയാണെങ്കിലും അച്യുതമേനോനാണെങ്കിലും ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ കരാറുണ്ടാക്കിയത്. ഈ കരാറില്ലെങ്കിൽ തമിഴ്നാട്ടിലെ 6-7 ജില്ലകളിലെ കൃഷി ഉണങ്ങിപ്പോകും. അത് ഒഴിവാക്കാൻ കേരള ഗവൺമെൻറ് ആഗ്രഹിച്ചു, അത് നടപ്പാക്കി. ഇത്ര കാര്യമുള്ളൂ. അതുള്ളതുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കും. അവരുള്ളതുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്നു പറയാം. ഈ പച്ചക്കറികളാണെങ്കിലും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളോ കേരളത്തിൽ ഇപ്പോൾ കൃഷി അങ്ങനെ ആസിറ്റിസ് ഇല്ലല്ലോ, പഴയ പോലെ കൃഷിയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചത്. ഇപ്പോൾ തമിഴ്നാട്ടുകാർ നമ്മുടെ ശത്രുക്കളോ വിരോധികളൊന്നുമല്ല. ഇപ്പോൾ ഇച്ചിരി ആശ്വാസം അല്ലേ? അപ്പം ഇങ്ങനെയുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ആശ്വാസമോ ഇപ്പോഴൊന്നും പൊട്ടത്തില്ലല്ലോ. പുള്ളി തന്നെ ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞ് പുള്ളി ഇത് ഉറപ്പ് പറയാൻ പുള്ളി ആരാ അല്ലേ? പുള്ളി ഈ ഇൻ്റർവ്യൂവിൽ മൊത്തം ഞാൻ കണ്ടു കഴിഞ്ഞപ്പം വേറൊരു കാര്യം പറയുന്നുണ്ട്. ഭൂചലനം വന്നു കഴിഞ്ഞാൽ പൊട്ടും എന്ന് പറയുന്നുണ്ട്. ഭൂചലനം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പൊട്ടും അല്ലേ? പിന്നെ ആശങ്കയ്ക്ക് കാരണമില്ല, പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 9 ഭൂചലനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം തീരുന്ന അവസ്ഥയാണ്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ചുമ്മാ ആവശ്യമില്ല നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുക. പുള്ളി ആ ഇൻ്റർവ്യൂവിനകത്ത് ഉടനീളം പല കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ജയശങ്കറിൻ്റെ സംസാര രീതിയൊക്കെ വളരെ ഇഷ്ടമാണ്. ഞാൻ റിലാക്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരം. കാരണം അധികം ടെൻഷൻ അടിപ്പിക്കത്തില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അപ്പോഴും കൂടെ അല്പം കൊണ്ട് റിലാക്സ് ആകാൻ പറ്റിയ ഏറ്റവും നല്ലതല്ലേ അല്ലേ? നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ട് മീതെ കല്ലടുക്കി വെച്ചുണ്ടാക്കിയുള്ളതാണ്. ഇത്രയും കൊല്ലമായിട്ടും അതിൻ്റെ ഈ ആടിക്കെട്ടുകൾ വിട്ടുപോയിട്ടില്ല. സുർക്കി കൊണ്ടാണ്, സിമെൻറ്റ് ഇല്ലാതെ പണിയാണെങ്കിലും അത് ഏതാണ്ട് പിരമിഡിൻ്റെ രൂപത്തിൽ കല്ലുകൾ അടുക്കി വെച്ച് പണിഞ്ഞ് അന്നത്തെ ബ്രിട്ടീഷുകാരായ എഞ്ചിനീയർമാർ പണിഞ്ഞാണ്. അതിപ്പോഴും നിലനിൽക്കുന്നത് വെച്ചാൽ അന്നത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യം കൊണ്ടാണ്. ഇപ്പോൾ പാലാരിവട്ടം പാലം പണിഞ്ഞ് 1 കൊല്ലത്തിനകത്ത് അല്ലെങ്കിൽ 3 കൊല്ലത്തിനകത്ത് നമുക്ക് പൊളിച്ച് വേറെ പണിയുണ്ടാകും. കാരണം PWD എഞ്ചിനീയർമാരാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ മരാമത്ത് പണിക്കാർ കോൺട്രാക്ടർമാരാണ് അത് പണി തീർത്തത്. അതുകൊണ്ട് സംഭവിച്ചാണ്. പാലത്തിൻ്റെ ഡിസൈൻ തന്നെ തെറ്റായിരുന്നു. സിമെൻറ്റും കമ്പി കുറവായിരുന്നുള്ള വേറെ കാര്യം. പാലത്തിൻ്റെ ഡ്രോയിങ് തെറ്റായിരുന്നു, ഡിസൈൻ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് പാലം തകർന്നത്. അതിൻ്റെ അർത്ഥം ഈ നാട്ടിൽ എല്ലാ പാലവും 5 കൊല്ലം കഴിയുമ്പോൾ പൊളിച്ചുകൊണ്ടിരുന്നത് അല്ലല്ലോ. അതിന് എത്രയോ കൊല്ലം മുമ്പ് പണിഞ്ഞാണ് ആലുവയിലെ മാർത്താണ്ഡപുരം പാലം അല്ലെങ്കിൽ നേരിയമംഗലം പാലം. ഇതൊക്കെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് നിൽക്കുന്നില്ല. പുനലൂർ തൂക്കുപാലം എത്ര വർഷമായി? അത് കൊല്ലം കൂടുതലായതുകൊണ്ട് പാലം പൊളിച്ചു പണിയുന്നത് അർത്ഥമില്ല. ഇതിന് യഥാർത്ഥത്തിൽ ബലക്ഷയം ഉണ്ടോ എന്നാണ് പ്രധാനം. അപ്പോൾ റൂർക്കി IIT നടത്തിയ പഠനത്തിലും ഇതിന് യാതൊരു തകരാറും ഇല്ലെന്ന് മാത്രമല്ല, തമിഴ്നാട് ഗവൺമെൻറ് പിൽക്കാലത്ത് ഇത് ശക്തി വർദ്ധിപ്പിച്ചിട്ടുള്ളതാണ്, ബലം കൂട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തകരുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ശ്രീ ജസ്റ്റിസ് KT തോമസ് കൂടി അംഗമായിരുന്ന ഈ കമ്മിറ്റി, സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ഇതിന് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുത്തത്. അങ്ങനെയാണ് സുപ്രീം കോടതി 142 അടിയായിട്ട് ജലനിരപ്പ് നിജപ്പെടുത്തിയത്. അപ്പോൾ ശ്രീ ജസ്റ്റിസ് തോമസുമായിട്ട് ഈ വിഷയം സംസാരിക്കാൻ എനിക്കിടയുണ്ടായി. പുള്ളി പറയുന്നത് ഇത് ഒരു കാരണവശാലും തകരുന്ന പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇടുക്കി അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കോട്ടയം കഞ്ഞിക്കുഴിയിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കുക. അപ്പം ഇച്ചിരി റിലാക്സ് ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആകെപ്പാടെ ജീവിതത്തിൽ ആകെപ്പാടെ ടെൻഷനാണ്. പല ടെൻഷനുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല ടെൻഷനാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള ടെൻഷനാണ് തീരെ സഹിക്കാൻ വയ്യാത്തത്. പല ടെൻഷൻ. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ടെൻഷൻ അടിക്കാൻ പറ്റത്തില്ല. ഏതായാലും മുല്ലപ്പെരിയാർ പൊട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് പോകാമെന്നുള്ളൂ. നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാധാരണയായി നമുക്ക് കൊണ്ട് സുപ്രീം കോടതി കിടക്കുന്ന നിയമത്തിനനുസരിച്ച് നീങ്ങുന്നൊരു സാധനമാണ്. പിന്നെ പുതിയ ഡാം കെട്ടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം ഇപ്പോഴൊക്കെ ഡാം കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്രത്യേകിച്ച് സിമെൻറ്റ് കമ്പനിക്കാരൊക്കെ 25 കൊല്ലം മാത്രമേ അതിന് ആയുസ് പറയുന്നുള്ളൂ, സിമെൻറ്റിന് തന്നെ. അപ്പം പുതിയ ഈ ഡാമുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി ഉണ്ട്. അതുമല്ല, പ്രത്യേകിച്ച് ഈ ഡാമുകളൊക്കെ കൂടുതൽ വരുന്നതാണ് ഉരുൾപൊട്ടലിനും ഭൂചലനങ്ങൾക്കും ഒക്കെ കാരണം എന്ന് വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. അധികം ഡാം, കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് തന്നെ എത്രയോ ഡാമുകളല്ലേ വെള്ളം കെട്ടിക്കിടക്കുക. അന്നേരം സമ്മർദ്ദം കൂടും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം വീണ്ടും നമ്മൾ ഇതിന് പ്രതിവിധിയായിട്ട് നമ്മൾ കാണുന്നത് വേറെ ഒരു പുതിയ ഡാം പുതിയ രീതിയിൽ കെട്ടുക എന്നുള്ളതാണ്. അത് ഇനിയും തോന്നുന്നു അടുത്ത തലമുറയൊക്കെ ആകുമ്പോഴത്തേനും വീണ്ടും
അവർ ഇതിൻ്റെ പുറകെ നടന്നോ എന്ന് അവരും ടെൻഷൻ അടിച്ചോ എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് തോന്നുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ടെൻഷൻ്റെ ഒന്നും കാര്യമില്ല. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ സാധാരണക്കാർക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെപ്പറ്റി. ഭരണത്തിലിരിക്കുന്നവർ അവർ ചിന്തിക്കട്ടെ, നമ്മൾ എന്തിന് ടെൻഷൻ അടിക്കുന്നു? കാരണം ആയുഷിൻ്റെ പകുതിയും കൂടെ നമുക്ക് കളയാനേ പറ്റൂ. ആഹാരം കഴിക്കാതെ ഒന്നും ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അതുപോലെ വേറെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പുതിയതായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ടെൻഷനാകും. പുതിയ ആൾക്കാരല്ലേ വെക്കുന്നത്, അതെനിക്ക് അത്ര വിശ്വാസം പോരാ. പഴയ ആൾക്കാരെ പോലെ എനിക്ക് പുതിയ ആൾക്കാരെ ഒട്ടും വിശ്വാസമില്ല. അതും എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പഴയത് കൊണ്ട് തന്നെ അത് പുതിയതായിട്ട് നിർമ്മിക്കുന്നെങ്കിൽ നിർമ്മിച്ചു കിട്ടെ, നിർമ്മിച്ചില്ലെങ്കിൽ നിർമ്മിക്കട്ടെ, എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്താഗതിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ മുല്ലപ്പെരിയാറിനെ കൊടുത്ത് ടെൻഷൻ അടിക്കാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കാനാണ് തീരുമാനിക്കുന്നത്. അതല്ലാതെ ഞാൻ ഈ 80 ഞാൻ പറഞ്ഞില്ലേ, 80 കാലം തൊട്ട് മറ്റേ ഏകദേശം ഞാൻ പഴയ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ 80 കാലം തൊട്ട് തന്നെ ഇത് പത്രങ്ങൾ, അന്ന് പത്രങ്ങളും ദീപിക, മനോരമ ഇങ്ങനെയുള്ള പത്രങ്ങളിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളായിരുന്നു. ഓരോ കാര്യഭാഗത്തിന് വേണ്ടിയായിരിക്കും അന്നൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പം ദൃശ്യമാധ്യമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മഴ പിടിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അത് കുറച്ച് നമ്മുടെയൊക്കെ ടെൻഷൻ ആക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഏറ്റവും വലിയൊരു ഉദ്ദേശം. കാരണം നമുക്കൊന്നും, സാധാരണക്കാരായ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പിന്നെയും മനുഷ്യചങ്ങലകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. കോടതി തീരുമാനിക്കട്ടെ, അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേ? അതുകൊണ്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ആൾക്കാർക്ക് ടെൻഷനാണ്. ടെൻഷനൊക്കെ ഒഴിവാക്കി റിലാക്സ് ചെയ്യുക. ഈ ഭരണാധികാരികൾ തീരുമാനിക്കട്ടെ മുല്ലപ്പെരിയാർ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത്. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ചിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക, മുല്ലപ്പെരിയാറിനെ അതിൻ്റെ വഴിക്കങ്ങ് വിടുക. ഓക്കെ, മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബായ്.